Hello everyone, welcome to this video. So in the last video I discussed the character set of C. So in this video I am discussing the next topic, that is C tokens. So നമുക്ക് നോക്കാം എന്താണ് tokens എന്ന് പറയുന്ന concept. So token is basically the smallest individual unit of a C program. അതായത് ഒരു സി പ്രോഗ്രാമിൻ്റെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് അതിനെയാണ് നമ്മൾ ടോക്കൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് മീൻ ബൈ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്? സോ ഇഫ് യു ടേക്ക് എ പ്രോഗ്രാം, ഈച്ച് ആൻഡ് എവറി പാർട്ട് ദാറ്റ് യു ടേക്ക് ഇറ്റ് വിൽ ബി എനി ഓഫ് ദ ടോക്കൻ. അതായത് നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ടോക്കനായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പാസേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു ഇംഗ്ലീഷിൽ എഴുതിയ ഒരു പാസേജ് അതെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ വേർഡ്സ്, അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റൻസ്, സിമ്പിൾസ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അതിൻ്റെ ടോക്കൻസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സിമിലർലി ഇൻ എ പ്രോഗ്രാം വി ഹാവ് 6 ഡിഫറെൻറ്റ് ടോക്കൻസ്. അപ്പം പ്രോഗ്രാമിൽ വരുമ്പോൾ സി പ്രോഗ്രാമിൽ ടോക്കൻസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് കീവേഡ്, സെക്കൻഡ് വൺ ഐഡൻറ്റിഫയർ, third one constant, next one string, fifth one special symbols, sixth one operators. സോ ഈ 6 എണ്ണമാണ് ടോക്കൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ വാട്ട് ഇസ് മീൻ ബൈ ടോക്കൻ? അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ഏതൊരു കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ അതൊരു കീവേഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഐഡൻറ്റിഫയർ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം ടേക്കിംഗ് ദ പാർട്ട് കോൾഡ് വോയിഡ് മെയിൻ, വോയിഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു കീവേഡാണ് അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇൻറ്റ് എക്സ് കൊമ വൈ, നമുക്കറിയാം എക്സ് വൈ എന്ന് പറയുന്ന വാരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. അത് ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇൻറ്റ് എക്സ് കൊമ വൈ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇൻറ്റ് എന്താണ്? ഇൻറ്റ് ഈസ് എ കീവേഡ്. എക്സ് എന്താണ്? എക്സ് വാരിയബിൾ നെയിമാണ്. വാരിയബിൾ നെയിമിന് നമ്മൾ പറയുന്നത് ഐഡൻറ്റിഫയർ ആയിട്ടാണ്. വൈ, വാട്ട് ഈസ് വൈ? വൈ ഈസ് ഓൾസോ എ വാരിയബിൾ നെയിം, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഐഡൻറ്റിഫയർ. എഗെയിൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന സെമി കോളം പോലും എന്താണ്? ഒരു ടോക്കനാണ്. സി വാട്ട് ടോക്കൻ ഇസ് ദ സെമി കോളൻ? സെമി കോളൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സിമ്പിളായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തുണ്ട്? ടോക്കൻസ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ സിമ്പിൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ക്യാരക്ടർ സെറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ടോക്കൻസിൻ്റെ കേസിൽ നമ്മൾ സ്പെഷ്യൽ സിമ്പിൾസ്, ഇതൊന്നും അല്ലാത്ത സിമ്പിൾസിനെ സ്പെഷ്യൽ സിമ്പിൾസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ പ്ലസിനൊക്കെ സ്പെഷ്യൽ സിമ്പിളിൻ്റെ കേസിലാണ് കാറ്റഗറൈസേഷൻ, ഇവിടെ അത് ഓപ്പറേറ്റർ ആയിട്ടാണ് പറയുന്നത്. Okay, so anyway I will discuss each of these in detail. So in this particular video I am discussing about keywords and identifiers. So first one is keywords. Okay, so keyword എന്ന് പറയുന്നത്, keywords have fixed meaning and this meaning cannot be changed. അതായത് ഓരോ കീവേഡിനും എന്തുണ്ട്? കീവേഡ്സിനെ നമുക്ക് റിസർവ്ഡ് വേർഡ് എന്ന് പറയാൻ പറ്റും. റിസർവ്ഡ് വേർഡ്. അതായത് ഈ കീവേഡ്സിന് എന്തുണ്ട്? ഒരു മീനിങ് ഉണ്ട്. ആൻഡ് ദാറ്റ് മീനിങ് കനോട്ട് ബി ചേഞ്ച്ഡ്. നമുക്കൊരിക്കലും ആ മീനിങ് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്? കീവേഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഓരോ ലൈക്ക് ഒരു ഡിക്ഷണറി നോക്കുകയാണെങ്കിൽ അതിലെന്തുണ്ട്? ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അതുപോലുള്ള സി പ്രോഗ്രാമിൽ എന്തുണ്ട്? കുറച്ച് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സിൻ്റെ മീനിങ് കമ്പൈലറിന് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് ഡിഫൈൻഡ്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വേർഡിന് പർട്ടിക്കുലർ മീനിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മീനിങ് എന്താണോ അതാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് ഇല്ലേ? നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഐ ആം സെയിങ് ദാറ്റ് എക്സ് ഈസ് എൻ ഇൻറ്റീജർ അല്ലേ? അപ്പോൾ സിമിലർലി ഓരോന്നിനും എന്തുണ്ട്? ഒരു പർട്ടിക്കുലർ മീനിങ് ഉണ്ട് എന്നുള്ളതാണ് കീവേഡിൻ്റെ പ്രത്യേകത. സോ ഇറ്റ് ഫോംസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഓരോ കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലേ? നമ്മൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഈഫ് എന്ന് പറഞ്ഞ് കണ്ടീഷൻ കൊടുക്കുന്ന ഈഫ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അങ്ങനെ ഓരോ കാര്യവും ചെയ്യുന്നത് കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം സിയിൽ എത്ര കീവേഡ്സ് ആണുള്ളത്? ഓൺലി 32 കീവേഡ്സ് ആണ് സിയിലുള്ളത്. ഓക്കെ, ആൻഡ് കീവേഡ്സ് ആർ റിട്ടൺ ഇൻ ലോവർ കേസ് ലെറ്റേഴ്സ്. എല്ലാ കീവേഡ്സും എന്തിലാണ്? ലോവർ കേസ് ലെറ്റേഴ്സിലാണ്. നമ്മുടെ സി പ്രോഗ്രാമിംഗ് തന്നെ മോസ്റ്റ് ഭാഗങ്ങളും നമ്മൾ കൊടുക്കുന്നത് എന്തിലാണ്? ലോവർ കേസ് ലെറ്റേഴ്സിലാണ്. ഇനി കീവേഡ്സ് ടു ബി പ്രിസൈസ്, എല്ലാ കീവേഡും എന്തിലാണ്? കീവേഡും നമ്മൾ കൊടുക്കുന്നത് ലോവർ കേസ് ലെറ്റേഴ്സിലാണ്. ഓക്കെ,
ഇനി വാട്ട് ആർ ദീസ് 32 കീവേഡ്സ്? അപ്പോൾ ഇതാണ് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിലുള്ള 32 കീവേഡ്സ്. അപ്പോൾ ഈ 32 കീവേഡും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഗോ ത്രൂ, അതായത് ഒന്ന് എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് റീഡ് ദീസ് കീവേഡ്സ് അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കീവേഡ്സിൻ്റെ എല്ലാ കീവേഡ്സിൻ്റെയും യൂസ് ഈ ഒരു സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ വി വിൽ ലേൺ അബൌട്ട് ഓൾ ദീസ് കീവേഡ്സ് ഇൻ ദ സബ്സീക്വൻറ്റ് വീഡിയോസ്. ഓക്കെ, സോ ഇത്രയാണ് സിയിലുള്ള കീവേഡ്സ്. ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. ദാറ്റ് ഈസ് ഈഫ്, പിന്നെ ഇൻഡ്, അതുപോലെ വോയിഡ്, അതുപോലെ ദീസ് ആർ സം കീവേഡ്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് കീവേഡ്സ്, ദാറ്റ് ഈസ് 32 കീവേഡ്സ് ആർ അവൈലബിൾ ഇൻ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, സോ കീവേഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് മീനിങ് ഉള്ള വേർഡാണ്. ദാറ്റ് മീനിങ് കനോട്ട് ബി ചേഞ്ച്ഡ്. അപ്പോൾ പ്രോഗ്രാമിൽ പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ റിസർവ്ഡ് വേർഡ്. ഓക്കെ, ഇനി അടുത്ത ടോക്കനാണ് ഐഡൻറ്റിഫയർ. സോ വാട്ട് ഈസ് ആൻ ഐഡൻറ്റിഫയർ? എന്താണ് ഐഡൻറ്റിഫയർ? നമ്മളൊരു രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് വൈ ഇങ്ങനെ രണ്ട് നമ്പേഴ്സാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം എക്സിനെയും വൈനെയും എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം, മെമ്മറിയിൽ അല്ലേ? രണ്ട് വാല്യൂസിനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതായത് എനിക്ക് 2, 3 ഇങ്ങനെ രണ്ട് നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 2, 3 എന്ന് പറയുന്ന വാല്യൂസിനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം മെമ്മറിയിൽ. അപ്പം മെമ്മറിയിൽ നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആ മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിംസിനെയാണ് എന്ത് പറയുക, ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുക. സോ ഐഡൻറ്റിഫയേഴ്സ് റെഫേഴ്സ് ടു ദ നെയിംസ് ഓഫ് വാരിയബിൾസ്, ഫങ്ഷൻസ് ആൻഡ് അറേസ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇറ്റ് റെഫേഴ്സ് ടു ദ നെയിംസ് ഓഫ് വാരിയബിൾസ് എന്ന് പഠിച്ചാൽ മതി. വാരിയബിൾസിന് നമ്മൾ കൊടുക്കുന്ന നെയിംസിനെയാണ് എന്ത് പറയുക, ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, 2, 3 ഇങ്ങനെ രണ്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, വാരിയബിൾസ് വേണം. അപ്പം നമ്മൾ രണ്ട് വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, എക്സും വൈയും, ഇങ്ങനെ രണ്ട് വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ വാരിയബിൾസിന് നമ്മൾ കൊടുക്കുന്ന പേരാണെന്ത്, ആക്ച്വലി ഐഡൻറ്റിഫയർ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഐഡൻറ്റിഫയർ യൂസ് ചെയ്യുന്നത്? മെമ്മറി ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണ് ഈ എക്സും വൈയും സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെൽസ് ആണ്. ഈ ഓരോ സെല്ലിനെയും നമുക്ക് പറയാം ഇറ്റ് ഈസ് കോൾഡ് എ ബൈറ്റ്, അല്ലേ? അപ്പോൾ ഓരോ സെല്ലും ഒരു ബൈറ്റാണ്. അപ്പോൾ ഇത് ഏത് സെല്ലിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പേര് കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അയാളുടെ നെയിം യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഏത് ലൊക്കേഷനിലാണ് ഒരു വാരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ നെയിം യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി ഒരു വാരിയബിളിന് കൊടുക്കുന്ന നെയിമിനെ നമുക്ക് എന്ത് പറയാം, ഐഡൻറ്റിഫയർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സ് വൈ ആൻഡ് വേറൊരു വാരിയബിളും കൂടെ വേണം, ഇതിൻ്റെ രണ്ടിൻ്റെയും സം സ്റ്റോർ ചെയ്യാൻ എനിക്ക് സമ്മും വേണമെന്നുണ്ടെങ്കിൽ ഈ 3 വാരിയബിൾസും മെമ്മറിയിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, അല്ലെ? എക്സ് ഇവിടെ ഞാൻ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ വൈ ഈസ് സ്റ്റോർഡ് ഹിയർ ആൻഡ് സം ഈസ് സ്റ്റോർഡ് ഹിയർ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് അറിയില്ല ഏത് ലൊക്കേഷനിലാണ്, കമ്പ്യൂട്ടറിൽ ഏത് ലൊക്കേഷനിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നതെന്ന് വി ഡോണ്ട് നോ. ബട്ട് ആക്ച്വലി നമ്മൾ അതിനെ റെഫർ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ്, എക്സ് വൈ സെഡ് സമ്മ് പോലെയുള്ള നെയിംസ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണ് ഒരു പർട്ടിക്കുലർ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ നെയിംസ് ഓഫ് വാരിയബിൾസ്, ഫങ്ഷൻസ് ആൻഡ് അറേസ്. അപ്പം വാരിയബിൾസിന് മാത്രമല്ല ഫങ്ഷൻസിന് അതുപോലെ തന്നെ അറേസിനും കൂടെ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഫങ്ഷന് കൊടുക്കുന്ന പേരും നമ്മൾ എന്ത് തന്നെയാണ് പറയുക, ഐഡൻറ്റിഫയർ. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞതാണ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ വേറെ ഫങ്ഷൻ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് മെയിൻ ഫംഗ്ഷൻ, അല്ലേ? മെയിൻ അല്ലാതെ നമ്മൾ വേറെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യാൻ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു, അല്ലേ? അപ്പോൾ ആ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷന് നമുക്ക് പേര് കൊടുക്കും. അപ്പോൾ ആ പേരും എന്താണ്, ഒരു ഐഡൻറ്റിഫയർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി പഠിക്കുന്ന വേറൊരു കൺസെപ്റ്റാണ് അറേ എന്ന് പറയുന്നത്. അറേ എന്ന് പറയുന്ന സംഭവം, അതിന് പേര് കൊടുക്കുന്നത് എന്ത് തന്നെയാണ്, ഐഡൻറ്റിഫയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് അറേയൊക്കെ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാനിവിടെ ആക്ച്വലി ഉദ്ദേശിച്ചതെന്നുള്ളത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് ആകെ വാരിയബിൾ മാത്രമേ ഫെമിലിയർ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വാരിയബിൾ വെച്ച് പറഞ്ഞത്. വാരിയബിളിന് കൊടുക്കുന്ന പേരിനെയാണ് ഐഡൻറ്റിഫയർ. ഫംഗ്ഷൻ അല്ലെങ്കിൽ അറേസ്, ഇത് മൂന്നിനും നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു നെയിം ഉണ്ടല്ലോ, അത് എന്തിനാണ് അസൈൻ ചെയ്യുന്നത്, ഏത് മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. ദാറ്റ് ഈസ് കോൾഡ് ആൻ ഐഡൻറ്റിഫയർ. I think you are getting the point. Okay, so these are some user defined names.
ഇതെന്താണ്? യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ടേം വീണ്ടും വീണ്ടും കേൾക്കും. അതായത് യൂസർ ഡിഫൈൻഡ്. വാട്ട് ഇസ് മീൻ ബൈ യൂസർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ യൂസർ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് യൂസർ ഡിഫൈൻഡ്. അപ്പോൾ ഈ പേര് ആരാണ് കൊടുക്കുന്നത്? യൂസറാണ് അല്ലേ? നമ്മളെ വേരിയബിൾ എക്സ് വൈ ആണെന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. വി ആർ ആക്ച്വലി അസൈനിങ് ദിസ് എക്സ് ആൻഡ് വൈ ടു ദിസ് വേരിയബിൾ. അപ്പോൾ അത് യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണ്. ഓക്കെ, അപ്പോൾ യൂസർ ഡിഫൈൻഡ് ആണെങ്കിൽ കൂടി യൂസറിന് തോന്നിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഐഡൻറ്റിഫയറിന് നെയിം കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ പോയിന്റ് ദാറ്റ് യു വാണ്ട് ടു നോട്ട്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണ് ഐഡൻറ്റിഫയർ. ബട്ട് യൂസർ കനോട്ട് ഗിവ് നെയിംസ് അക്കോർഡിംഗ് ടു ഹിസ് വിഷ്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? നമ്മൾ ഐഡൻറ്റിഫയേഴ്സിന് കുറച്ച് നെയിംസ് കൊടുക്കുന്ന കുറച്ച് മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അതായത് ഹൗ ടു ഗിവ് നെയിംസ് ഫോർ എ പർട്ടിക്കുലർ ഐഡൻറ്റിഫയർ. ഐ ഓൾറെഡി ടോൾഡ് യു, ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് എന്താണ്? യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണ് അല്ലേ? അപ്പോൾ യൂസറിന് തോന്നിയതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കാൻ പറ്റില്ല. ദർ ഈസ് സം റൂൾസ് ഫോർ നെയിമിങ് ഐഡൻറ്റിഫയേഴ്സ്. സോ വി വിൽ സീ എന്തൊക്കെയാണ് ഒരു ഐഡൻറ്റിഫയറിന് നെയിം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്നുള്ളത്. ഓക്കെ, so the first rule for identifiers. The first rule is first character must be an alphabet or an underscore. അതായത് നമ്മൾ ആ ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഞാനിങ്ങനെ പേര് കൊടുക്കുകയാണ്. അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമിന് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എക്സ് ആൻഡ് വൈ ഐ എം ഗിവിങ് ഇറ്റ് ലൈക്ക് ദിസ്, num1 ആൻഡ് നമ്പർ 2 എന്നുള്ള മീനിങ്ങിൽ ഞാൻ എന്ത് ചെയ്യാണ്? num2 എന്ന് പറയുന്ന പേര് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ക്യാൻ ഐ ഗീവ് നെയിം ലൈക്ക് ദിസ്, num1 num2. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ റൂൾസ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂളാണ് ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ഓർ ആൻ അണ്ടർസ്കോർ. ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം? ഒന്നുകിൽ ഒരു ആൽഫബറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അപ്പോൾ ഐ ക്യാൻ ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്. അതായത് നം എന്ന് പറയുന്ന പേര് കൊടുക്കാൻ പറ്റും, കാരണം ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണ്. അതേ സമയത്ത് 1 നം എന്ന് പറയുന്ന പേര് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ക്യാരക്ടർ ഇവിടെ എന്താണ്? നമ്പർ ആണ് അല്ലേ? അപ്പം നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തുടങ്ങാൻ പറ്റില്ല. ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം? ഒന്നുകിൽ ആൽഫബറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം? അണ്ടർസ്കോർ ആയിരിക്കണം. ഓക്കെ, ദ സെക്കൻഡ് റൂൾ ഈസ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ. അപ്പോൾ ഒരു പേരിൻ്റെ ഉള്ളിൽ എന്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? ഈ ഐഡൻറ്റിഫയറിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ ലെറ്റേഴ്സ് ഉണ്ടാവാം, ഡിജിറ്റ്സ് ഉണ്ടാവാം, അണ്ടർസ്കോർ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഡിജിറ്റ്സ് കൊടുക്കാം, ബട്ട് എവിടെ കൊടുക്കാൻ പറ്റില്ല? തുടക്കത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഐ ക്യാൻ ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്, num1 ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഐ ക്യാൻ ഗിവ് ഇറ്റ് ലൈക്ക് num1 num2 ഇങ്ങനെയൊക്കെ കൊടുക്കാം. ബട്ട് തുടക്കത്തിൽ മാത്രം എന്ത് ചെയ്യുന്നില്ല? അതായത് ഡിജിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊടുക്കാൻ പറ്റില്ല. വി ക്യാൻ ഗിവ് ഇറ്റ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ നമ്മുടെ പേര് ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. അണ്ടർസ്കോർ എന്ന് പറയുന്നത് ഈ ഒരു ഇതിനെയാണ് അണ്ടർസ്കോർ എന്ന് പറയുക. ദാറ്റ് ക്യാൻ ബി ഗിവൺ. അണ്ടർസ്കോർ നമുക്ക് കൊടുക്കാം, ഒന്നുകിൽ ആൽഫബറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ട് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. അടുത്തതാണ് ഓൺലി ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 31 ക്യാരക്ടേഴ്സ് വരെ എന്ത് ചെയ്യാം? പേരായിട്ട് കൊടുക്കാൻ പറ്റും. വി ക്യാൻ ഗിവ് 31 ക്യാരക്ടേഴ്സ്. മാക്സിമം 31 ക്യാരക്ടേഴ്സ് വരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ പ്രൊവൈഡ് 31 ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. കീവേഡ് അല്ലേ? നമ്മളിപ്പോൾ ഒരു വേരിയബിളിന് പേര് കൊടുക്കുകയാണ്. ക്യാൻ ഐ ഗിവ് ഇറ്റ് ഫോർ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കാൻ പറ്റുമോ? ഫോർ. അല്ലെങ്കിൽ ഈഫ് എന്ന് പറയുന്ന പേര് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഈ ഫോറും ഈഫും ഒക്കെ എന്താണ്? കീവേഡ്സ് ആണ്. സോ ഈ കീവേഡ് ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഐഡൻറ്റിഫയർ ആൻഡ് എ കീവേഡ്. കീവേഡ് എന്ന് പറയുന്നത് റിസർവ്ഡ് വേർഡാണ്, അത് ഓരോ ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതേസമയം ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാരിയബിളിന് നമ്മൾ അസൈൻ ചെയ്യുന്ന പേരാണെന്ത്? ഐഡൻറ്റിഫയർ. അപ്പം നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിയ പോലെ ആ ഐഡൻറ്റിഫയറിന് നെയിം കൊടുക്കാൻ പറ്റില്ല. അതിന് ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. വൺ മോർ റൂൾ ഈസ് ദെയർ, മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ്. അപ്പോൾ പേരിൻ്റെ ഇടയിൽ എന്ത് കൊടുക്കാൻ പറ്റില്ല? സ്പേസ് കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഏവറേജ് വിഡ്ത്ത് എന്ന് പറയുന്ന സംഭവം ഈ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ? ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്ന പേര് അസൈൻ ചെയ്യണം. ക്യാൻ യു ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്? നോ, ഹി കാനോട്ട് ഡു ഇറ്റ്. അതായത് പേരിൻ്റെ ഇടയിൽ എന്ത് പാടില്ല? സ്പേസ് അലൗഡ് അല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അയാൾ എന്ത് ചെയ്യണം? യു ഷുഡ് ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്.
ആവറേജ് അണ്ടർസ്കോർ ഹൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യാം കണക്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്തില്ല സ്പേസിൽ വരുന്നില്ല. സോ ഈ ഒരു നെയിമിംഗ് അലൗഡ് ആണ്. ദിസ് ഇസ് നോട്ട് അലൗഡ്. അത് വിത്തിൻ a particular identifier you cannot provide a white space. Okay, so ഇതാണ് rules that must be followed by an identifier. ഒരു ഐഡൻറ്റിഫയറിന് നെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ്. ഈ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡൻറ്റിഫയർ നെയിംസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സി നം ഇതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. അതുപോലെ തന്നെ എ ഇതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ബി ഇതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. CO ഇതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. അതേ സമയത്ത് 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ 1 സം എന്ന് കൊടുത്തു, ദിസ് ഇസ് നോട്ട് വാലിഡ്. അതേ സമയത്ത് സം 1 എന്ന് കൊടുത്തു, ഇതെന്താണ് വാലിഡ് ആണ്. കാരണം നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒരു ആൽഫബറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ട്. സോ ദാറ്റ് മീൻസ് അണ്ടർസ്കോർ ABC ഇങ്ങനെ ഞാൻ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ് വാലിഡ് ആണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇത് 3 മാത്രമേ നമുക്ക് അലോഡ് ആയിട്ടുള്ളൂ, ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ. ഇതല്ലാതെ ഇഫ് യു ആർ ഗിവിങ് ഇറ്റ് ലൈക്ക് ദിസ് നം പ്ലസ് എ ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ പറ്റുമോ, നം പ്ലസ് എ. ബിക്കോസ് പ്ലസ് എന്ന് പറയുന്ന സംഭവം എന്തല്ല, അലോഡ് അല്ല. ദാറ്റ് ഈസ് ഒരു സ്പെഷ്യൽ സിമ്പിൾസും എന്തല്ല ഇതിൻ്റെ ഇടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ 3 സംഭവങ്ങൾ മാത്രമേ പേരിൻ്റെ ഇടയിൽ കൊടുക്കാൻ പറ്റുള്ളൂ, ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ. അപ്പാർട്ട് ഫ്രം ദീസ് നത്തിങ് ക്യാൻ ബി ഗിവൺ ആസ് ഐഡൻറ്റിഫയേഴ്സ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ് 2 ടോക്കൻസിനെ പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ് കീവേഡ്സ് ആസ് വെൽ ആസ് ഐഡൻറ്റിഫയേഴ്സ്. കീവേഡ് എന്ന് പറയുന്നത് ഇൻറ്റ്, ക്യാർ ഇതുപോലത്തെ സംഭവങ്ങളാണ്, റിസർവ്ഡ് വേർഡാണ്. ഐഡൻറ്റിഫയേഴ്സ് ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വാണ്ട് ടു ഗിവ് മാർക്സ് ഓഫ് എ സ്റ്റുഡൻറ്റ്, അതിനൊക്കെ എന്ത് ചെയ്യാം, മാർക്സ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. അതുപോലെ തന്നെ എമൗണ്ട്, ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ കോൾഡ് ഐഡൻറ്റിഫയേഴ്സ്. യൂസർ ആണ് കൊടുക്കുന്നത്. സോ ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് നെയിംസ്. ഓക്കെ, that is given to variables, array and functions. So I think you understood the topic. So that's all in this video. Thank you so much.